ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, HMPVയുമായി ബന്ധപ്പെട്ട ആശങ്ക വേണ്ടതില്ല എന്ന് പറയുമ്പോഴും രാജ്യത്ത് ഇപ്പോൾ HMPV പടരുന്ന സാഹചര്യം നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്നലെ വൈകുന്നേരം 6 കുട്ടികളിൽ HMPV സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ബംഗളൂരു, ചെന്നൈ, അഹമ്മദാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലായാണ് 6 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച ആർക്കും ചൈന ബന്ധം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നതെങ്കിലും ജാഗ്രതയോടെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പി ആർ സുനിൽ ചേരുന്നു ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. പി ആർ സുനിൽ, ആദ്യം ചോദിക്കട്ടെ, തണുപ്പ് എങ്ങനെയുണ്ട് ഡൽഹിയിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും തണുത്ത് വിറച്ച് തന്നെയാണ് ഇന്നും ദില്ലി ഉണർന്നത്. കഴിഞ്ഞ 3-4 ദിവസമായി താപനില 5 ഡിഗ്രിക്ക് താഴെയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ മേഖലയിലുമൊക്കെ തന്നെ മഞ്ഞുവീഴ്ച ശക്തമാണ്. ഇതിന്റെ ഭാഗമായി ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ വലിയ തണുപ്പാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി. ഇന്നലെ ചെറിയ മഴയുണ്ടായിരുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി തണുപ്പ് തുടരും ഇതേ രീതിയിൽ. നമുക്കിനി വിഷയത്തിലേക്ക് എത്തിയാൽ, ഈ HMPVയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്ക വേണ്ടതില്ല എന്ന് കേന്ദ്രം പറയുമ്പോഴും ജാഗ്രത വേണം എന്നാണോ ഇപ്പോൾ സർക്കാരിന്റെ മുന്നറിയിപ്പ്? 6 കുട്ടികൾക്കാണ് ഇതുവരെയും ബാധിച്ചിരിക്കുന്നത്. 6 കുട്ടികൾക്കും വിദേശയാത്രയുടെ റെക്കോർഡ് ഇല്ലതാനും. അപ്പോൾ ചൈന ബന്ധമല്ല. അപ്പോൾ ഈ 2001 തന്നെ ഈ വിന്റർ സീസണിൽ ഈ HMPV ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ അത്രയും വലിയ ആശങ്ക വേണ്ടതില്ല, പരിഭ്രാന്തി വേണ്ടതില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നതല്ലേ? തീർച്ചയായും അരുൺ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ICMR ഒക്കെ തന്നെ ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ HMPV ബാധിക്കുന്ന കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും ICMRഉം വിലയിരുത്തുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നേരത്തെ കോവിഡ് പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആശങ്കയുടെ സാഹചര്യം തൽക്കാലം ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമായി പറയുന്നുണ്ട്. അതേസമയം ജാഗ്രത വേണം. പ്രത്യേകിച്ച് ഈ ഒരു HMPV ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ഇനി വരും ദിവസങ്ങളിൽ ആശുപത്രികളിൽ ചികിത്സ തേടി എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആശുപത്രികളിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, പരിശോധന കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടണം, ഓക്സിജൻ സപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ ഉറപ്പുവരുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം. ഏതായാലും വലിയ ഭീതിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം നിലവിലില്ല എന്ന് കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോഴും ഈ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. സാഹചര്യങ്ങൾ ICMR വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മാത്രമല്ല ആഗോളതലത്തിലെ ആകെ ഈ HMPV വൈറസിന്റെ ബാധ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി വിലയിരുത്തിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തി ഏതെങ്കിലും ചികിത്സാ പ്രോട്ടോകോൾ വേണോ, നിലവിലുള്ള ചികിത്സാ പ്രോട്ടോകോളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, എന്തെങ്കിലും നിയന്ത്രണം ആവശ്യമുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും കേന്ദ്ര സർക്കാർ പരിശോധിക്കുക. ഇന്നലെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു. ഇന്നും ഒരുപക്ഷെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് ICMR അടക്കം അഭിപ്രായങ്ങൾ കേട്ട് എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കേണ്ടതുണ്ടോ, പുതിയ നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ടോ എന്ന കാര്യമൊക്കെ ആലോചിക്കും. ഏതായാലും ഇന്നലെ രാവിലെയാണ് കർണാടകത്തിൽ 2 HMPV കേസുകൾ ആദ്യം സ്ഥിരീകരിച്ചത്. അതിനുശേഷം പിന്നീട് ചെന്നൈയിൽ നിന്ന് സ്ഥിരീകരണം വന്നു, കൊൽക്കത്തയിൽ നിന്ന്, അഹമ്മദാബാദിൽ നിന്ന് ഒക്കെ തന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇന്നും ഒരുപക്ഷെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കേന്ദ്ര സർക്കാരും ICMRഉം ഒക്കെ മുന്നിൽ കാണുന്നു.